വെൽക്കം ബാക്ക് ടു റിയാൻസ് ഫാൻഡറി. ഇന്ന് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 1.5 കപ്പ് ഉഴുന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒന്ന് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. 3 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് സോക്ക് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ 3 മണിക്കൂറേ സോക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കൈ ഇട്ടൊന്ന് ഞെരടി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തായിരുന്നു. ഇനി നമുക്ക് ഒരു വെള്ളത്തിലും കൂടി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. 3 or 4 വട്ടം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഉഴുന്നൊക്കെയല്ലേ, അപ്പം അതിനകത്ത് കുറേ പൊടിയും അഴുക്കൊക്കെ കാണും. അപ്പോൾ നമ്മൾ നല്ലോണം വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയ പീസാക്കി അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ചെറിയൊരു തരവെരുപ്പ് കാണണമേ. ഇതാ കണ്ടില്ലേ, ചെറിയൊരു തരവെരുപ്പ് ഇപ്പം ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സവാള നല്ലതുപോലെ ചോപ്പ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഇതിലെടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഓപ്ഷനിലാണ്. തട്ടരിഞ്ഞ മല്ലിയിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചത്, അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിൻ്റെ രാജാവായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കൈ ഇങ്ങോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ സവാളയും പച്ചമുളകും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവടയുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു തവയിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വട ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. കുറച്ച് മാവെടുത്ത് തള്ളവരൽ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിപ്പം ഒരു ട്രിപ്പിൽ 7 എണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡ് വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വടയുടെ ഒരു സൈഡ് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വട ഫുള്ളും തിരിച്ചിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് എടുത്തതിന് ശേഷം നമുക്കിതിനകത്തുനിന്ന് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വടയുടെ 2 സൈഡും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വടയെല്ലാം നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്റർ വെച്ച് വീണ്ടും ഇതേപോലെ തന്നെ വട നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള വടയെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലാസ് ചായയും അതേപോലെ തന്നെ നല്ലൊരു ചമ്മന്തി കൂടി കൂട്ടി വട മുക്കി ഒന്ന് കഴിക്കണം. വാ, എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ഉള്ളെല്ലാം നല്ല രീതിയിൽ വെന്ത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ കുക്കായി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കാണണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു, ബൈ.